കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ എം പി. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നുമാണ് ലണ്ടനിലെ പ്രഭാഷണത്തിൽ ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണമെന്നാണ് ശശി തരൂരിന് കെ മുരളീധരന്റെ മറുപടി. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശം. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി. വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ. വിദേശ നയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ ഭരണമാറ്റമുണ്ടായതിനാലാണ് ഇത് സാധ്യമായതെന്നും തരൂർ. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world, and of course a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. തരൂരിന്റെ മോദി പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിക്കുക. ശശി തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച CPIയും രംഗത്തെത്തി. BJPക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട വർത്തമാനങ്ങളെ സ്വന്തം പാർട്ടിയുടെ അത്യുന്നതമായ വർക്കിംഗമാക്കി മാറ്റുന്ന പാർട്ടിയെ പറ്റി നാം പറയുന്നു ആ കഷ്ടമെന്ന്. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, സമയമാകുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തേക്കും. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയെ വീണ്ടും പ്രകോപനത്തിലാക്കി തരൂരിന്റെ മോദി പ്രശംസ. 24 ഡൽഹി.